നമസ്കാരം. ജൂൺ 4 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ദിവസമാണ്. അങ്ങനെയെങ്കിൽ ജൂൺ 4-ന് കമ്മ്യൂണിസ്റ്റുകാർ അസ്വസ്ഥരാകും എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ ഊഹിച്ചേക്കാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ അസ്വസ്ഥരാകുമോ സ്വസ്ഥരാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് ജൂൺ 4-ലേക്ക് വിടാം. ഇത് സംഭവം വേറെയാണ്. കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ് ഓടിത്തുടങ്ങുന്നത്. അപ്പോൾ പലർക്കും സ്വാഭാവികമായിട്ട് സംശയം തോന്നാം, ഇതിലെന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെ വലിച്ചഴയ്ക്കുന്നതെന്ന്. സ്വകാര്യവൽക്കരണത്തെ, പ്രത്യേകിച്ച് റെയിൽവേയിലെ സ്വകാര്യവൽക്കരണത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് അവരാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമോ എന്നറിയില്ല, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് 48 മണിക്കൂർ നീണ്ടു നിന്ന അഖിലേന്ത്യാ പണിമുടക്കൊക്കെ നടത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. പണിമുടക്കിൻ്റെ ചലനമൊന്നും അഖില ഇന്ത്യയിലൊന്നും കണ്ടില്ല. എങ്കിലും ഇവിടെ കേരളത്തിൽ സംഭവം കെങ്കേമമായിരുന്നു. അതിലെ ഒരു പ്രധാന അജണ്ട റെയിൽവേയിലെ സ്വകാര്യവൽക്കരണത്തിന് എതിരെയായിരുന്നു. ആ നിലയ്ക്ക് ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ് ഓടിത്തുടങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അസ്വസ്ഥരാകും. ഇനി ട്രെയിൻ സർവീസിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇത് ടൂറിസ്റ്റുകൾക്കുള്ള ഒരു ട്രെയിൻ സർവീസാണ്. ഭാരത് ഗൗരവ് യാത്രാ പദ്ധതിയുടെ ഭാഗമായി പ്രിൻസി വേൾഡ് ട്രാവൽസും SRMPR ഗ്ലോബൽ റെയിൽവേസ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഒരു ട്രെയിൻ സർവീസാണ് ഇത്. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിൻ വാടകയ്ക്കെടുത്താണ് സ്വകാര്യ കമ്പനികൾ ഈ സർവീസ് നടത്തുന്നത്. 750 യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാവുന്ന ഈ ഒരു ട്രെയിനിൽ 2 സ്ലീപ്പർ ക്ലാസ് ബോഗിയും 11 തേർഡ് ക്ലാസ് AC കോച്ചും 2 സെക്കൻഡ് ക്ലാസ് AC കോച്ചും ഉണ്ടായിരിക്കും. കൂടാതെ 60 ജീവനക്കാരും അടിയന്തര വൈദ്യസഹായത്തിനായി ഒരു ഡോക്ടറും ഉണ്ടാവും. വിവിധ പാക്കേജുകളിലായിട്ടാണ് ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫുഡ്, വൈഫൈ ഫെസിലിറ്റി, അതുപോലെ തന്നെ സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷൻ, സൈറ്റ് സീയിങ് പ്രോഗ്രാമുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഗോവയിലേക്കും മുംബൈയിലേക്കുമുള്ള ടൂർ പാക്കേജുകൾ കൂടാതെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളായ അയോധ്യ, വാരണാസി, പ്രയാഗ് രാജ് എന്നിവിടങ്ങളിലേക്കും ടൂർ പാക്കേജുകൾ ലഭ്യമാണ്. വിവിധ സ്ഥലങ്ങളിലേക്കുള്ള നിരക്കുകൾ ഇപ്രകാരമാണ്. 4 ദിവസത്തേക്കുള്ള ഗോവ ട്രിപ്പിന് നോൺ AC സ്ലീപ്പറിലാണെങ്കിൽ 13,999 ഒരാൾ കൊടുക്കേണ്ടത്. അതുതന്നെ 3 ടയർ AC ആണെങ്കിൽ 15,150 ആകും. 2 ടയർ ACക്കാണെങ്കിൽ 16,400 രൂപ. ഇനി മുംബൈയിലേക്കാണ് യാത്രയെങ്കിൽ 15,000 രൂപ, 16,920 രൂപ, 18,825 രൂപ എന്നിങ്ങനെയാണ് ചാർജ് നിരക്കുകൾ. ഇനി അയോധ്യയിലേക്കാണ് യാത്രയെങ്കിൽ അത് 8 ദിവസത്തെ പാക്കേജാണ്. അതിൻ്റെ നിരക്കുകൾ ഇപ്രകാരമാണ്: 30,550, 33,850, 37,150. ഈ പാക്കേജിൽ അയോധ്യ കൂടാതെ വാരണാസിയും പ്രയാഗ് രാജും ഉൾപ്പെട്ടിട്ടുണ്ട്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. ജൂൺ 4-ന് ശേഷവും നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് അധികാരത്തിൽ തുടരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ടൂർ പാക്കേജുകൾ കൂടുതൽ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.